നാഗ്പൂരിലെ ക്രിക്കറ്റ് പിച്ചിലേക്ക് മലയാളികൾ ഉറ്റുനോക്കുമ്പോൾ അതിന് വഴിവെട്ടിയൊരാൾ ഇങ്ങ് തലശ്ശേരി മാർക്കറ്റിലുമുണ്ട്. രഞ്ജി ടീമിലെ മിന്നും താരങ്ങളായ സൽമാൻ നിസാറിനും അക്ഷയ് ചന്ദ്രനും ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയും ക്രിക്കറ്റ് പരിശീലകനുമായ ദേവാനന്ദനാണ്. തലശ്ശേരി ക്രിക്കറ്റ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ ദേവാനന്ദൻ O ലെവൽ സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ജൂനിയർ ടീമിന്റെ സെലക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് സൽമാനെയും അക്ഷയെയും അദ്ദേഹം പരിചയപ്പെടുന്നത്. അവസാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ സൽമാൻ മസർ സാറിൻ്റെ ഫോണിൽ കൂടെ എന്നെ ഫോൺ ചെയ്തു. ദേവട്ട ഒരു കാലത്തും മറക്കൂല, ദേവട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് കളിക്കാൻ അവസരം തന്നത്, എന്നൊക്കെ നന്നായിട്ട്. ഞാൻ പറഞ്ഞൊന്നുമില്ലടാ, നന്നായിട്ട് സൂക്ഷ്മതയോട് കളിച്ചിട്ട് അടിച്ച് കപ്പ് നേടിയിട്ട് വന്നു. ലാസ്റ്റ് മത്സരത്തിൽ സൽമാൻ്റെ തലക്ക് ബോൾ തട്ടിയില്ലായിരുന്നെങ്കിൽ ആ മാച്ച് തോറ്റ് നമ്മൾ ഫൈനലിൽ എത്തൂലായിരുന്നു. സൽമാൻ അന്നേ നമ്മൾ 2 കോച്ചുമാറും പഠിപ്പിക്കുന്ന കാലത്തെ സൽമാനൊരു ഷോർട്ട് മാൻ ആയതുകൊണ്ട് സൽമാൻ ഗള്ളിയിലും സെല്ലി പോയിന്റിലും ഒക്കെ ഫീൽഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കൽ. നന്നായിട്ട് ബോൾ വന്നാൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്, നല്ല സൂക്ഷ്മതയാണ്. ഇനിയും ബാലതാരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ആശയും ആവേശവും ഈ 59-കാരനിൽ ഇപ്പോഴും പ്രകടമാണ്. മത്സരശേഷം തൻ്റെ പ്രിയ ശിഷ്യരുടെ ഫോൺ വിളി കാത്തിരിക്കുകയാണ് തലമുറകളുടെ ഈ പരിശീലകൻ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗ് രഞ്ജിയിലെ നമ്മുടെ മിന്നും താരങ്ങൾക്ക് ബാലപാഠങ്ങൾ പകർന്നു കൊടുത്ത ആളാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കയ്യിലുള്ള ആളാണ്. ഇതിൽ പരം എന്തു വേണോ ഇനി? നമ്മൾ സാധാരണയായിട്ട് ക്രിക്കറ്റ് കോച്ചുമാരെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴും കാണുന്ന ഒരു രീതിയുണ്ട്. ഒരു വൈറ്റ് ടീഷർട്ട്, അതിനോടൊപ്പം തന്നെ ഒരു ട്രാക്ക് പാൻറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ ജീൻസോ, ഒരു ക്യാപ്പ് എപ്പോഴും തലയിലുണ്ടാവും, ഒരു കൂളിംഗ് ഗ്ലാസ് മസ്റ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് ദേവേട്ടൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആദ്യകാലങ്ങളിൽ നമുക്കറിയാമല്ലോ, തലശ്ശേരി എന്ന് പറയുന്ന സമയത്ത് തന്നെ ക്രിക്കറ്റിനോട് അത്രയും ബന്ധമുള്ളൊരു നാടാണ്. കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് എന്ന വിനോദത്തിനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഒരു നാടാണ് തലശ്ശേരി. ആദ്യകാലങ്ങളിലെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പ്രഗത്ഭരായിട്ടുള്ള തലമുറയുടെ ഏറ്റവും അവസാനത്തെ കണ്ണികളാണ് ഇപ്പോൾ സൽമാനും അതുപോലെ തന്നെയുള്ള അക്ഷയ് ചന്ദ്രൻ അടക്കമുള്ള കളിക്കാർ. അപ്പോൾ അവരെയൊക്കെ തന്നെ കൊണ്ടുവന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ. ഈ സാധാരണ ജീവിതം, വെറും 6ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ദേവേട്ടനുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇന്ത്യയിലെ കോച്ചുമാരുടെ പ്രധാന പരീക്ഷയായിട്ടുള്ള A ലെവൽ പരീക്ഷ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിട്ടില്ല. കാരണം ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ O ലെവൽ പരീക്ഷ മാത്രമേ അദ്ദേഹം പാസ്സായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നിറഞ്ഞ മനസ്സോടുകൂടി പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം കളി പഠിപ്പിച്ച, അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പഠിപ്പിച്ച, അദ്ദേഹം ബോൾ ചെയ്യാൻ പഠിപ്പിച്ച, അദ്ദേഹം ഫീൽഡ് ചെയ്യാൻ പഠിപ്പിച്ച ഒട്ടേറെ കളിക്കാർ ഇപ്പോൾ പലയിടങ്ങളിലായിട്ടുണ്ട്. കേരള രഞ്ജി ടീമിൽ നാടിൻ്റെ അഭിമാനമായിട്ട് നിൽക്കുന്നു. അവർ കേരളത്തിലേക്ക് കപ്പ് കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് നമ്മൾക്കും അതുപോലെ തന്നെ ദേവേട്ടനും തലശ്ശേരിക്കാർക്കും കണ്ണൂരുകാർക്കും മലയാളികൾക്കും മുഴുവൻ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒട്ടേറെ ആളുകൾ ഇപ്പോൾ റെയിൽവേസിൻ്റെ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ, സർവീസസിൻ്റെ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ വിവിധ ഇടങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പോൾ നാളെ നീലക്കുപ്പായം അണിയാൻ പോകുന്ന ആളുകളായിരിക്കും ഇതുപോലെ ഉള്ള ആളുകളൊക്കെ, സൽമാനും അക്ഷയും ഒക്കെ തന്നെ. അപ്പോഴും ഈ നാടിൻ്റെ അഭിമാനം വാനോളം ഉയരുകയാണ്. കാരണം സച്ചിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. രമാകാന്ത് അച്ചേക്കർ എന്ന പ്രഗത്ഭനായിട്ടുള്ള കോച്ചിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്റ്റെമ്പിന് മുകളിൽ നാണയം വെച്ച് ബോൾ ചെയ്യുന്ന രീതിയൊക്കെ ഏറെ പ്രസിദ്ധമാണ്. അത് സച്ചിൻ്റെ ചരിത്രമുള്ളിടത്തോളം കാലം നമ്മുടെ ഇടയിൽ എപ്പോഴും ഒരു വലിയ ചരിത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തലമുറകളിലേക്ക് കൈമാറിപ്പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്കിൽ അത്തരത്തിലുള്ള ഒരു കഥയാണത്. അപ്പോൾ അത്തരത്തിൽ സമാനമായിട്ടുള്ള, ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും തന്നെ നീലക്കുപ്പായം അണിയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ദേവേട്ടൻ്റെ ടാക്ടിക്സുകളും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകളും സ്കില്ലുകളും ഒക്കെ തന്നെ നമ്മുടെ വരുന്ന തലമുറകളിലേക്കും പകർന്നു കൊടുക്കപ്പെടും എന്നത് തീർച്ചയാണ്. കാരണം ദേവേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം സൽമാൻ അല്പം ഉയരം കുറവുള്ള കുട്ടിയാണ് എന്ന് ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സില്ലി പോയിന്റിലും ഗള്ളിയിലും ഒക്കെ തന്നെയായിരുന്നു ഫീൽഡ് ചെയ്യാൻ നിർത്തിയിരുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഫീൽഡ് ചെയ്യാനും ബോളിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ റിഫ്ലക്സ് കൃത്യമായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് സൽമാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ 10-13 വയസ്സുള്ള സമയത്ത് കൊച്ചു പിള്ളേരായിരിക്കുന്ന, ഹൈസ്കൂൾ പിള്ളേരായിരിക്കുന്ന, സാധാരണ നമ്മളെല്ലാവരും തന്നെ ടെന്നീസ് ബോളിലോ അല്ലെങ്കിൽ സ്റ്റെമ്പർ ബോളിലോ കളിച്ചു തുടങ്ങുന്ന കാലത്താണ് ഈ പറഞ്ഞ കുട്ടികളെ ദേവേട്ടനടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള ക്രിക്കറ്റ് പരിശീലകരുടെ അടുത്തേക്ക് എത്തുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ചെറിയ പ്രായം തൊട്ട് തന്നെ കൃത്യമായി ട്രെയിൻ ചെയ്ത് വളർത്തിയെടുത്തതിൻ്റെ ഗുണമാണ് നമ്മൾ
ഇനി അതിന്റെ ഒരു ബലമാണ് നമുക്ക് ഇനി ഈ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കിട്ടാൻ തീർച്ചയായും സാരംഗ്. എന്തായാലും സാരംഗിന്റെ ഈ ഒരു സ്റ്റോറി കാണുമ്പോൾ ഒരു ക്രിക്കറ്റ് പരിശീലകന്റെ ഒരു രൂപമൊന്നും ഇല്ലല്ലോ എന്ന് ആരും നോക്കിയൊന്നും വേണ്ട, ആ ഒരു ലുക്കൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത വിധം അത്രത്തോളം പ്രഗത്ഭരായ ഓരോരോ മത്സരാർത്ഥികളും ഉണ്ടാകും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അഭിമാനിക്കാം അല്ലേ? ശരി സാരംഗ്.